എമ്പുരാൻ വിവാദം ഇപ്പോഴും അലയടിക്കുകയാണ്. അതിന്റെ തരംഗം അവസാനിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് മലയാളികളുടെയൊക്കെ മനസ്സിൽ ഒരു നാൾ അവരെല്ലാം ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ അവരെല്ലാം നെഞ്ചിലേറ്റി കൊണ്ടു നടന്ന മോഹൻലാൽ എന്ന മഹാനടനെ കുറിച്ച് ഓർത്ത് പലർക്കും വേദനയുണ്ട്. ശരിക്കും ഇതിൽ പെട്ടിരിക്കുന്നത് മോഹൻലാലും അതുപോലെ ഗോകുലം ഗോപാലനുമാണ്. ഇനിയൊരു അംഗത്തിന് ബാല്യമില്ലാത്ത വിധം ഇവർ രണ്ടാളും ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇനിയും ഒരു അംഗത്തിന് ബാല്യമുള്ള പൃഥ്വിരാജ് നല്ല ഒരു പണിയാണ് ഇവർക്ക് രണ്ടാൾക്കും കൊടുത്തിരിക്കുന്നത്. ഒരു മടങ്ങി വരവ്. ഒരിക്കൽ നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് തന്നെയാണ്. ഡൺ ഈസ് ഡൺ എന്ന് പറയുന്നത് പോലെ മടങ്ങി വരവ് ഒരിക്കലുമല്ല. അങ്ങനെ ഒരു കുഴിയിൽ തന്നെയാണ് ഇപ്പോൾ മോഹൻലാലും ഗോകുലം ഗോപാലനും പെട്ടിരിക്കുന്നത്. എന്നാൽ പൃഥ്വിരാജ് വളരെ ബുദ്ധിപരമായ ഒരു കളിയാണ് കളിച്ചിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് നാളെ പൃഥ്വിരാജിനെ ഒരു കൊങ്ങിയായി കാണാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സംഖ്യയാവാം. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറ്റാം. അങ്ങനെ ഒരു മാറ്റത്തിന് അദ്ദേഹത്തിന് ഇനിയും സമയമുണ്ട്. അദ്ദേഹത്തിന് ഇനിയും റീതിങ്കിങ്ങിന് സമയമുണ്ട്. അദ്ദേഹത്തിന് ഇനിയും ഇവിടെ ഒരുപാട് കളികൾ കളിക്കാൻ സമയമുണ്ട്. എന്നാൽ വളരെ നല്ല രീതിയിൽ ഒരു ജന്മത്തിൽ പടുത്തുയർത്തി കൊണ്ടുവന്ന ഒരു വലിയ കലാപാരമ്പര്യം അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള ആ ഒരു വില അത് മോഹൻലാലിന് പോയിരിക്കുകയാണ്. അത് കലാകാരൻ എന്നതിൽ നിന്ന് കലാപകാരി എന്നൊരു ഇമേജിലേക്ക് മോഹൻലാൽ എത്തി എന്ന് തന്നെ പറയാം. അതിന് ഒരു വലിയ കാരണമായത് എമ്പുരാൻ എന്ന സിനിമയാണ്. ഒപ്പം തന്നെ ഒരു വലിയ നല്ലൊരു ബിസിനസ്സുകാരൻ, ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുവന്ന ഗോകുലം ഗോപാലൻ എന്ന സാധുവായ ഒരു ബിസിനസ്സുകാരൻ, അങ്ങനെ തന്നെ അദ്ദേഹത്തിനെ പറയാൻ പറ്റും. അദ്ദേഹവുമായി ഇടപെട്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം വളരെ നല്ല ഇടപെടലുകളുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ വളരെ വലിയൊരു കുഴികൾ കൊണ്ട് ചാടിച്ചതിൻ്റെ എല്ലാ ക്രെഡിറ്റും എല്ലാ ഉത്തരവാദിത്വവും പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഈ അതിബുദ്ധിമാനായ ബിസിനസ് മൈൻഡുള്ള അദ്ദേഹം നല്ലൊരു അഭിനേതാവാണ്. ആ അഭിനയ പാടവം തന്നെ അദ്ദേഹം ഇവരെയൊക്കെ കുഴിയിൽ ചാടിക്കാൻ കാണിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. എമ്പുരാൻ വിവാദം അലയടിക്കുമ്പോൾ ഒരു രാജ്യത്തെ ഏറ്റവും വലിയ സമൂഹത്തെ അതിനകത്ത് ക്രിമിനലുകളാക്കി ചിത്രീകരിച്ചൊരു സിനിമയായിരുന്നു. പക്ഷെ അവിടെയും മോഹൻലാലിന്റെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായതായി പറയാനുള്ളത്, ഓരോ ദിവസവും ആ പ്രതിഷേധങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ, ആ പ്രശ്നങ്ങൾ ഇങ്ങനെ അലയടിക്കുമ്പോൾ കിട്ടിയ പൈസയുടെ, എമ്പുരാൻ എന്ന സിനിമയുടെ പേരിൽ കിട്ടിയ പൈസയുടെ കണക്കുകൾ എണ്ണിക്കൂട്ടുകയായിരുന്നു അദ്ദേഹം. ആദ്യം 50 കോടി എന്ന് പറഞ്ഞു, അതിന്റെ ആഹ്ലാദം പങ്കുവച്ചു. 100 കോടിയായി, 150 കോടിയായി, വിദേശത്ത് നിന്ന് മാത്രം 10 മില്യൺ, 100 കോടി എന്നൊക്കെ പറഞ്ഞ് അർമാദിക്കുകയാണ്. അദ്ദേഹം ഒരു ലഫ്റ്റനന്റ് കേണലാണ്. ലഫ്റ്റനന്റ് കേണൽ എന്ന് പറയുമ്പോൾ രാജ്യസ്നേഹത്തിന് തന്നെയാണ് മുൻതൂക്കം. അങ്ങനെ ഉള്ള ഒരാൾ രാജ്യത്തുള്ള സർക്കാരിനെ എഗൻസ്റ്റായി ഇനി എന്തൊക്കെ വാദങ്ങൾ ചെയ്താലും രാജ്യത്തെ സർക്കാരിന് എഗൻസ്റ്റായി, സർക്കാരിനെ കുറ്റപ്പെടുത്തി ഇത്തരത്തിലൊരു സിനിമ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ അഭിമാനിക്കാനുള്ള ഒരു വകയുമില്ല. സ്വയം ഒരു അഭിമാനമുണ്ട് എങ്കിൽ ഈ രാജ്യം വേദനിക്കുമ്പോൾ, ഈ സർക്കാരിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു കലാരൂപം പുറത്തു കൊണ്ടുവരുമ്പോൾ കാശ് വന്ന കണക്കുകൾ എണ്ണിപ്പറക്കി തിട്ടപ്പെടുത്തി ഇങ്ങനെ സന്തോഷിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ്? അങ്ങും സുഡാപ്പികളുടെ ആളാണോ എന്ന് ഈ കേരളത്തിലെ അങ്ങയുടെ മലയാളി ആരാധകർ ചോദിച്ചാൽ അതിൽ യാതൊരു തെറ്റുമില്ല. ആയിരക്കണക്കിന് കോടികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാലും ഉറക്കം നഷ്ടമായില്ലേ? ഉറക്കമില്ലാത്ത രാത്രികൾ ഈ പ്രായത്തിൽ എങ്ങനെ ഉണ്ടായി? രാജ്യസ്നേഹികൾ പ്രതിഷേധിച്ചതിൻ്റെയും വേദനിച്ചതിൻ്റെയും ഒക്കെ ഫലം തന്നെയാണ് ഗോകുലം ഗോപാലിന്റെ നേരെ ഉണ്ടായിരിക്കുന്ന റെയ്ഡ് പൃഥ്വിരാജിനുള്ള ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ശരിക്കും ഒരുതരം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ അദ്ദേഹം ആഘോഷിക്കുകയായിരുന്നു. അതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ. രാജ്യസ്നേഹികളെ വേദനിപ്പിച്ചു, സർക്കാരിനെ കരിവാരിത്തേച്ച് ഈ പ്രകടനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് മാത്രം അദ്ദേഹം ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്കറിയാം പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം, ഇന്ത്യ വിരുദ്ധത, മത തീവ്രവാദി പ്രസ്ഥാനങ്ങളോടുള്ള ആഭിമുഖ്യം, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് അയാളുടെ സിനിമയിൽ പതിവായി തീവ്രവാദികളെ വെള്ളപൂശുന്നതും ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ, ഇന്ത്യയിലെ ജനങ്ങളെ തീവ്രവാദി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്ന NIA പോലുള്ള ഏജൻസികളെ താറടിച്ചു കാണിക്കുന്നതിലൊന്നും നമ്മൾ അതിശയപ്പെടേണ്ട. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്കെതിരെ പോലും സിനിമയിൽ വിഷം തുപ്പുന്നുണ്ടായിരുന്നു. അത് ആദ്യ സെൻസർ കട്ട് ചെയ്തു. അത് വേണമെങ്കിൽ കണ്ടില്ല എന്നൊക്കെ നമുക്ക് വെക്കാം. പക്ഷേ പൃഥ്വിരാജ് സിനിമയാണ്. അവിടെ പൃഥ്വിരാജ് ചെയ്തത് രാജ്യം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കലാപത്തെ ഗൂഢലക്ഷ്യത്തോടെ വീണ്ടും ചർച്ചയാക്കി. ആ കലാപത്തിൽ 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൊല്ലപ്പെട്ടു. ആ കലാപം തുടങ്ങിയതാരാണ്? അതിൽ ആരൊക്കെ ശിക്ഷിക്കപ്പെട്ടു? അതിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ എന്തൊക്കെ പറഞ്ഞു? ഇതൊക്കെ മൂടി വെച്ചു. എത്ര വളച്ചൊടിച്ചാലും അതൊക്കെ ചരിത്ര സത്യങ്ങളാണ്. ആ കലാപത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാൻ പോലും ആർക്കും താല്പര്യമില്ല. ആ മുറിവിനെയാണ് പൃഥ്വിരാജ് ഒരു വിഭാഗത്തെ മാത്രം വെള്ളപൂശി അവതരിപ്പിച്ചത്. സിനിമയിൽ അത് വെറുതെ പറഞ്ഞു പോവുകയായിരുന്നെങ്കിൽ അങ്ങനെയും പറയാം. സിനിമയുടെ ആദ്യത്തെ 20 മിനിറ്റ് മുഴുവൻ ഈ കലാപമാണ് കാണിക്കുന്നത്. പൃഥ്വിരാജിന്റെ അല്ലെങ്കിൽ അയാൾക്ക് പിന്നിലുള്ളവരുടെ ലക്ഷ്യം വ്യക്തമാണ്. ആ കലാപത്തെക്കുറിച്ച് ഇന്ത്യയിൽ വീണ്ടും ചർച്ച ചെയ്യണം. ആ കലാപത്തിൽ ബാധിക്കപ്പെട്ട ജനത ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരു വിഭാഗത്തെ വെള്ളപൂശി ഇന്ത്യയിലെ നിയമങ്ങളെയും ചരിത്ര സത്യങ്ങളെയും വെല്ലുവിളിച്ച് ഇത്രയും വിഷം വീണ്ടും പൃഥ്വിരാജ് തുപ്പുന്നുവെങ്കിൽ ഉദ്ദേശം വ്യക്തം. കലാപത്തിന്റെ പേരിൽ 2 സമൂഹങ്ങളെ ഭിന്നിപ്പിക്കുക, അതിനുവേണ്ടി ജിഹാദികളെ സന്തോഷിപ്പിക്കുക. എന്തായാലും സർക്കാരിന്റെ അനുവാദമില്ലാതെ ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തികളിൽ നിന്ന് ചിട്ടി ഫണ്ടുകളുടെ സബ്സ്ക്രിപ്ഷൻ ശേഖരിക്കുന്നുണ്ട് എന്ന് ലഭിച്ച
പ്രത്യേക രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോകുലം ഗ്രൂപ്പിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചത്. RBI ചട്ടങ്ങൾ ലംഘിച്ച് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന വ്യക്തികളിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ തുക പണമായി ഈടാക്കിയത് കണ്ടെത്തിയിട്ടുണ്ട്. RBI 2015 ജൂൺ 11 പുറപ്പെടുവിച്ച ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് റെഗുലേഷൻസ് അതിന്റെ പരസ്യ ലംഘനമാണിത്. ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കോ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യക്ക് പുറത്തുള്ളവരിൽ നിന്ന് 371.8 കോടി രൂപ പൂർണ്ണമായും ഇന്ത്യക്ക് പുറത്തുള്ളവരിൽ നിന്ന് 220.74 കോടി രൂപ ചെക്കായും പിരിച്ചതായി ഇ ഡി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വെറുതെ ആയില്ല പൃഥ്വിരാജിന്റെ ഈ ഇടപെടലുകൾ എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. രണ്ട് സാധുക്കളെ കൊണ്ട് കുഴിയിൽ ചാടിച്ചിട്ട് അവർക്ക് ഇനി ഒരിക്കലും മടങ്ങി വരാനാകാത്ത, അവരുടെ ഇമേജ് തിരിച്ചു പിടിക്കാനാകാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ കൊണ്ടെത്തിച്ചിട്ട് പൃഥ്വിരാജ് ഇപ്പോൾ എവിടെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ പൃഥ്വി ആരെയും ദ്രോഹിക്കാനൊന്നും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ പൃഥ്വിരാജ് എവിടെ? അദ്ദേഹം പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ട് പ്രതികരിക്കണം എന്നതാണ് ചോദ്യം. എങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്തു എന്നത് പറയാനുള്ള മിനിമം ബാധ്യതയെങ്കിലും അദ്ദേഹത്തിനുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഇവിടുത്തെ പൊതുസമൂഹം. ന്യൂസ് ഡെസ്ക് കർമാനസ്.